എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 78ാമത്തെ വീഡിയോ ആണ്. അതിൽ സദ്ഗുരുവിൻ്റെ കർമ്മ എന്നുള്ള ബുക്ക് റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ പാർട്ട് 2-ൽ 9ാമത്തെ ചാപ്റ്ററിലെ മിഡിൽ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലെ ഫസ്റ്റ് പാർട്ട് നോക്കിക്കഴിഞ്ഞു. അതായത് ഇത് വലിയ ചാപ്റ്ററാണ്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിനകത്ത് സദ്ഗുരു. അപ്പോൾ അതിൽ ആദ്യത്തെ 1/3 കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇപ്പം ഇനിയൊരു 1/3, നാളത്തെ വീഡിയോയിൽ ഇനിയൊരു 1/3, അങ്ങനെ കുറേശ്ശെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം. ഓക്കെ, അപ്പം ഈ 78ാമത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതൊക്കെ എന്തുവാ? കർമ്മയോഗ ആൻഡ് ആസ്ട്രൽ ബോഡി. 9ാമത്തെ ചാപ്റ്റർ അതാണല്ലോ, ആസ്ട്രൽ ബോഡി, നമ്മുടെ എനർജി ബോഡി, പ്രാണിക് ബോഡിയിൽ എന്തൊക്കെ രീതിയിൽ നമ്മളുടെ കർമ്മ അതിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ സദ്ഗുരു തന്നെ പതഞ്ജലിയുടെ യോഗസൂത്രാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പതഞ്ജലി മുനി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മുനിയാണ്. അതായത് യോഗസൂത്രത്തിനെ യോഗസൂത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പതഞ്ജലിയാണ്. അപ്പോൾ പതഞ്ജലിയുടെ ലൈഫ് ഹിസ്റ്ററിയൊക്കെ നിങ്ങളെടുത്ത് ബുക്കിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമ്പം, അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ ഉണ്ട്, യൂട്യൂബിലെ വീഡിയോയിൽ കിടപ്പുണ്ട്. അതൊക്കെ കേട്ടാലേ വളരെ ഒരു വ്യത്യാസമായ ഒരു ലൈഫാണ് പതഞ്ജലിയുടെ. അപ്പം പതഞ്ജലി ഈ യോഗസൂത്ര എന്ന് പറയുന്ന ബുക്കിൽ എല്ലാത്തിനെയും യോഗത്തിനെക്കുറിച്ച്, യോഗയെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും ചേർത്ത് എഴുതി അതിനെ 8 ഭാഗമായിട്ടാണ് പിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പതഞ്ജലിയുടെ യോഗസൂത്രാവിനെ അഷ്ടാംഗ യോഗ എന്ന് പറയും. അഷ്ടാംഗ യോഗ എന്ന് വെച്ചാൽ അഷ്ട എന്ന് പറഞ്ഞാൽ 8. അതിനെ 8 കൈകളായിട്ട്, 8 ഭാഗങ്ങളായിട്ട് ആണ് പിരിക്കുന്നത്. അതാ അഷ്ടാംഗ യോഗ. അതിൽ എന്തൊക്കെ പറയുന്നു എന്ന് വെച്ചാൽ യമ, നിയമ, ആസന, പ്രാണായാമ, പിന്നെ പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി, അങ്ങനെ 8 എണ്ണമായിട്ട് പിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പതഞ്ജലിയുടെ യോഗസൂത്രാവിൻ്റെ ഡീറ്റെയിൽസിനകത്ത് പോകുന്നില്ല. ഓക്കെ, അതിന് ഇഷ്ടംപോലെ എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് കാണാം. ഇപ്പം ഞാൻ സദ്ഗുരുവിൻ്റെ ബുക്ക് റിവ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാനിവിടെ പറയുന്നത്. അല്ലെങ്കിൽ എനിക്കിവിടെ ഈ അഷ്ടാംഗ യോഗാവിനെക്കുറിച്ച് പറയാനുള്ള യാതൊരു ഐഡിയയും ഇല്ല. പക്ഷേ നമ്മൾ ബുക്ക് റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പം സദ്ഗുരു അതിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് പറയേണ്ടത് എൻ്റെ നേരെ ചൊവ്വേ അതിനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ക്വിക്കായിട്ട്, വളരെ ഫാസ്റ്റായിട്ട് ഇത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയിട്ട് പോകാം. വേറൊരു വീഡിയോയിൽ നമുക്ക് ധാരാളം സമയമുണ്ട്. നമുക്ക് വേറൊരു വീഡിയോയിൽ നല്ല രീതിയിൽ ഈ അഷ്ടാംഗ യോഗയെക്കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ യമ, നിയമ എന്ന് പറയുന്നതൊക്കെ, ഇപ്പം നിയമം എന്ന് വെച്ചാൽ എന്തുവാ? റൂൾസ് ഇല്ലയോ? അപ്പം യമ, നിയമ ഇത് രണ്ടുപേ, അതായത് യോഗപാതയിൽ യാത്ര ചെയ്യുന്ന ഒരുത്തനെ, അതായത് ഒരു സ്പിരിച്വൽ സീക്കർ, അതായത് മുക്തി തേടി പോകുന്ന ഒരുത്തനെ ഈ യമ നിയമ പാലിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ യമ നിയമ എന്ന് വെച്ചാൽ എന്തുവാ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്. അതായത് കള്ളം പറയരുത്, അളവിനധികമായിട്ട് സ്വത്ത് ചേർക്കരുത്, മറ്റവരെ ഉപദ്രവിക്കരുത്, മറ്റവൻ്റെ ഭാര്യയെ കണ്ണെടുത്ത് നോക്കരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്ന് അതിനകത്ത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെയാണ്. അപ്പോൾ ഫസ്റ്റ് യമ, പിന്നെ നിയമ, 3ാമത്തെ ആസന. ഈ ആസനശുദ്ധിയെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കുറഞ്ഞത് നമ്മൾ സുഖാസനയിലിരിക്കാം, പദ്മാസനത്തിലിരിക്കാം, ഏത് ആസനത്തിലിരുന്നാലും കുറഞ്ഞത് 2.5 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയാൽ അതിന് പേരാണ് ആസനശുദ്ധി. അപ്പം അത്രയും നേരമെങ്കിലും നമുക്ക് ദേഹം അനങ്ങാതെ ഇരിക്കാൻ നമ്മൾ പ്രയത്നിക്കണം.
കുറേ നമ്മൾ ശ്രമിച്ചാൽ അത് ക്രമേണ വരും. ഇതിനൊക്കെയാണ് നമ്മൾ കൊച്ചിലേന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു മിഡിൽ ഏജിലെങ്കിലും ഈ യോഗാസനയൊക്കെ ചെയ്ത് പഠിക്കണം. ഈ 60-ാമത്തെ വയസ്സിലിരുന്ന് ഞാൻ 3 മണിക്കൂർ ഇരിക്കും, അല്ലെങ്കിൽ 70-ാമത്തെ വയസ്സിൽ എനിക്ക് 10 മണിക്കൂർ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദേഹം നമുക്ക് സഹായിക്കത്തില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ അതുകൊണ്ടാണ് നേരത്തെ പഠിക്കണം, നേരത്തെ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രാണായാമ. ഈ നാഡിശുദ്ധി, പ്രാണായാമ എന്നൊക്കെ പറയുന്നത് എന്തുവാ? അതായത് നാഡിശുദ്ധി എന്ന് വെച്ചാൽ നമ്മളുടെ ചില എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട്, ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ 72,000 നാഡികളെയും ശുദ്ധീകരിക്കുന്നു, ശുദ്ധം ചെയ്യുന്നു. അതിനകത്തുള്ള ബ്ലോക്കുകളെല്ലാം നമ്മൾ മാറ്റുന്നു എന്നുള്ളതാണ് നാഡിശുദ്ധി. നാഡിശുദ്ധി ചെയ്ത പിന്നീടാണ് പ്രാണായാമ ചെയ്യേണ്ടത്. ഈ പ്രാണായാമ എന്ന് പറയുന്നത് എന്തുവാ? ഈ പ്രാണശക്തിയെ നമ്മൾ ബുദ്ധിപൂർവം, ബോധത്തോട്, കോൺഷ്യസായിട്ട് ആ പ്രാണശക്തിയെ നമ്മൾ താഴേന്ന് മേളിലോട്ട് കൊണ്ടുവരുന്നു. അതാണ് പ്രാണായാമ. അതിലായിരിക്കും ഇപ്പോൾ ആദ്യം കുറച്ച് ശ്വാസം ഉള്ളിൽ എടുക്കുന്നു, പിന്നെ മനഃപൂർവ്വം മൂക്കിൻ്റെ നാസി ദ്വാരങ്ങൾ 2 അടച്ച് ഉള്ളിൽ വെച്ചേക്കുന്നു, അതിന് പിന്നെ വെളിവിടുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ചുമ്മാ അല്ല ചെയ്യുന്നത്. നമ്മൾ അതിന് എണ്ണമുണ്ട്, സമയമുണ്ട്, കണക്കുണ്ട്. അപ്പോൾ അത് പ്രകാരമേ നമുക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, അതാണ് പ്രാണായാമ. അടുത്തത് പ്രത്യാഹാര. ഈ പ്രത്യാഹാര എന്ന് പറയുന്നത് എന്തുവാ? ഈ യമ, നിയമ, ആസന എന്ന് പറയുന്നതും ഈ പ്രാണായാമ എന്ന് പറയുന്നതുമൊക്കെ ദേഹത്തിൻ്റെ അളവിൽ ചെയ്യുന്നതാണ്, ദേഹത്തിൻ്റെ ലെവലിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതേസമയത്ത് പ്രത്യാഹാര തൊട്ട് ഉള്ളിലോട്ട് നോക്കുന്നതാണ്, വെളിയിലുള്ള നോട്ടമില്ല, ഉള്ളിലോട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ നമ്മൾ നോക്കുക, അതാണ് പ്രത്യാഹാര. അടുത്തത് ധാരണ. ഈ ധാര ശിവക്ഷേത്രത്തിലൊക്കെ അതും എല്ലാ ദിവസവും നമ്മൾ ധാര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ധാരയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. തിങ്കളാഴ്ചയൊക്കെ ധാര വളരെ തിങ്കളാഴ്ചയും പ്രദോഷത്തിനുമൊക്കെ നമ്മൾ ധാര കൊടുക്കാറുണ്ട്, ധാര ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഈ ധാര എന്ന് പറയുന്നത് എന്തുവാ? ശിവലിംഗത്തിന് മേളിൽ ഒരു വലിയ പാത്രം പോലെ കാണും, അതിനകത്ത് കുറേ വെള്ളം ഒഴിക്കും, വെള്ളം, പനിനീര് എല്ലാം ഒഴിക്കും. അത് ഇങ്ങനെ ഒഴുകി ശിവലിംഗത്തിൻ്റെ പുറത്ത് വീണുകൊണ്ടിരിക്കും. അതേപോലെ തൈലധാര എന്ന് വെച്ചാൽ എന്തുവാ? എണ്ണയുടെ ഒഴുക്ക്. എണ്ണ ഒരു ബോട്ടിലിൽ നിന്ന് നമ്മൾ ഒഴിച്ചാൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതാണ് തൈലധാര. അപ്പം ഈ ധാര എന്ന് പറഞ്ഞാൽ അതായത് അതിനകത്ത് ബ്രേക്കില്ല, അതായത് അൺബ്രോക്കൺ അറ്റൻഷൻ. അപ്പം ധാരണ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു വിധത്തിലും നമ്മളുടെ ചിന്ത വെളിയിൽ ചെതറിപ്പോകരുത്, ഉള്ളിലോട്ട് തിരിയുക, ഉള്ളിലോട്ട് തന്നെ നമ്മളുടെ കോൺസെൻട്രേഷൻ മൊത്തവും ഇരിക്കണം. കുറച്ച് നേരം കണ്ണടയ്ക്കുക, പിന്നെ കണ്ണ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അല്ലെങ്കിൽ മൊബൈൽ നോക്കുക, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് സംസാരിക്കുക, അതൊന്നുമല്ല. ധാരണ എന്ന് പറയുമ്പം മണിക്കൂറുകൾ നമ്മൾ അകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുക, അതാണ് ധാരണ. ഇപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ, എണ്ണയുടെ ഒഴുക്ക് പോലെ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ശ്രദ്ധ പൊയ്ക്കൊണ്ടിരിക്കണം. അതിൽ യാതൊരു ഡിസ്റ്റർബൻസും പാടില്ല, അതാണ് ധാരണ. അടുത്തത് ധ്യാനം. അപ്പം നമ്മൾ സുഖാസനത്തിലിരുന്നുകൊണ്ട് ഉള്ളിലോട്ട് നോക്കി കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പം തന്നെത്താനെ ഈ ധ്യാനം എന്നുള്ള സംഭവം നടക്കും, നമ്മുടെ ഉള്ളിൽ നടക്കും. അങ്ങനെ നടന്ന് കുറേ നാൾ നമ്മൾ മണിക്കൂറുകൾ ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്ന് വരുമ്പം ഒടുക്കം വരുന്ന അടുത്ത സ്റ്റേജാണ്, അതാണ് ലാസ്റ്റ് സ്റ്റേജ്, അതാണ് സമാധി. ഓക്കെ, അപ്പോൾ ഈ സമാധി എന്ന് പറയുമ്പം അതായത് നമ്മൾ ഏതിനെക്കുറിച്ച് ധ്യാനിക്കുന്നോ അതിലോട്ടങ്ങ് അലിഞ്ഞു ചേരും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റിയത് രാമകൃഷ്ണ പരമഹംസരുടെ സമാധി സ്റ്റേറ്റാണ്. ഒരുപാട് സിദ്ധന്മാരൊക്കെ സമാധിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ജീവസമാധി എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെയാണ്, അവർ സമാധി സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ രാമകൃഷ്ണ പരമഹംസരുടെ സമാധി എന്ന് പറയുന്നത് എന്തുവാ? കാളി 24 മണിക്കൂറും കാളിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ചിന്ത, വേറെ ഒരു ചിന്തയും ഇല്ല. അപ്പം ഈ കാളി എന്ന് പറഞ്ഞ
അടുത്ത സെക്കൻഡല്ല, ആ സെക്കൻഡിൽ അല്ലെങ്കിൽ കാളി എന്ന് മനസ്സിൽ വിചാരിച്ച ആ സെക്കൻഡ് അദ്ദേഹം സമാധിയിലാകും. സമാധി എന്ന് പറയുമ്പോൾ എന്തുവാ? അദ്ദേഹവും കാളിയും വേറെയല്ല, അദ്ദേഹം കാളിയോടുകൂടി അങ്ങ് ഒന്ന് ചേർന്നു. അതാണ് സമാധി സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ഇതൊക്കെ പതഞ്ജലിയുടെ യോഗസൂത്രയിൽ പറഞ്ഞിട്ടുള്ളതാണ് പതഞ്ജലി മുനി. ഇതിൽ ഇപ്പം നമ്മൾ പല സാധനകൾ ചെയ്യണം. സാധനകൾ എന്ന് പറയുമ്പോൾ എന്തുവാ? ചക്രായോഗ, ക്രിയായോഗ, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ എനർജി ബോഡിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അങ്ങനെ വ്യത്യാസം വരുമ്പം നമ്മളുടെ ഈ പ്രാരാബ്ധ കർമ്മ കുറേ അങ്ങ് മാറും. ഈ പ്രാരാബ്ധ കർമ്മ ഇങ്ങനെ മാറി മാറി വരുമ്പം നമ്മളുടെ ഉള്ളിൽ ഒരു എംപ്റ്റി സ്പേസ് ഉണ്ടാകും. ഈ എംപ്റ്റി സ്പേസ് എന്ന് പറയുന്നത് എന്തുവാ? കർമാക്കളെല്ലാം കരഞ്ഞു പോകുമ്പം നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി എന്ന് വെച്ചാൽ എന്തുവാ? ഒരു വ്യക്തത, ഏത് ശരി, ഏത് തെറ്റ്, ഏത് ചെയ്യാം, ഏത് ചെയ്യരുത്, ഏത് പറയാം, ഏത് പറയരുത്. അങ്ങനെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള 100% ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അതാണ് ഈ 8 അഷ്ടാംഗ യോഗ നമ്മൾ ചെയ്യുമ്പം കിട്ടുന്ന ക്ലാരിറ്റി. അതുമാത്രമല്ല, ഇതൊക്കെ നമ്മൾ പാലിക്കുമ്പം നമ്മളുടെ പ്രാരാബ്ധ കർമ്മ കുറഞ്ഞ് വരും. ഈ പ്രാരാബ്ധ കർമ്മ കുറഞ്ഞ് വരുമ്പം ക്ലാരിറ്റി കൂടി വരും. ഓക്കെ, പക്ഷേ അതുമാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടു സഞ്ചിത കർമ്മനെ ഒരു ജന്മത്തിൽ കുറയ്ക്കാൻ ഒക്കത്തില്ല. ഒറ്റയടിക്ക് മൊത്തം സഞ്ചിത കർമാവിനെയും നമുക്ക് അലിച്ച് തീർക്കാൻ ഒക്കത്തില്ല. അതേസമയത്ത് പ്രാരാബ്ധ കർമ്മനെ നമുക്ക് ഒരു ജന്മത്തിൽ തന്നെ അലിച്ച് തീർക്കാൻ പറ്റും, അനുഭവിച്ച് തീർക്കാൻ പറ്റും. അങ്ങനെ പ്രാരാബ്ധ കർമ്മ തീരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഓക്കെ, മരണം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്തുവാ? നമ്മളുടെ ആ ജന്മത്ത് അനുഭവിച്ച് തീർക്കേണ്ടിയ കർമാക്കളെല്ലാം അനുഭവിച്ച് തീർത്തു, ഇനി വേറെ അനുഭവിക്കാൻ ഒന്നുമില്ല. അപ്പം ഒരു സാധകനെ സംബന്ധിച്ചവരെ അവന് വേണമെങ്കിൽ സഞ്ചിത കർമ്മയിൽ നിന്ന് കുറച്ചും കൂടെ എടുക്കാം. പക്ഷേ സാധാരണ ആൾക്കാർക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് പ്രാരാബ്ധ കർമ്മ തീരുമ്പം ആ ആസ്ട്രൽ ബോഡി ആ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് വിട്ട് വെളിയിൽ പോകും. അതിന് പേരാണ് മരണം. ഓക്കെ, അങ്ങനെ വേറൊരു കാര്യം നമ്മൾ നേരത്തെ കണ്ടു, സഞ്ചിത കർമ്മനെ നമുക്ക് കംപ്ലീറ്റായിട്ട് ഒരു ജന്മത്ത് തീർക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്തുവാ? ലിംഗാഷ്ടകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലിംഗാഷ്ടകത്തിൽ സഞ്ചിത പാപ വിനാശന ലിംഗം എന്ന് പറയും. അപ്പോൾ പക്ഷേ സഞ്ചിത പാപത്തിനെ കുറയ്ക്കണേ എന്ന് നമ്മൾ ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അതേപോലെയാണ് നമ്മൾ കിടക്കാൻ നേരത്തെ എല്ലാ ദിവസവും ചൊല്ലേണ്ടിയ ശ്ലോകം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതം വാ സർവമേധ ക്ഷമസ്വ ശിവശിവ കർണാപ്തേ ശ്രീ മഹാദേവ ശംഭോ മഹാദേവ എന്ന് പറയും. അതായത് ഞാൻ ഇന്ന് അറിഞ്ഞും അറിയാതെയും മനസാ വാച കർമ്മണ ചെയ്ത തെറ്റുകുറ്റങ്ങളെയെല്ലാം ക്ഷമിക്കണേ. അപ്പോൾ ദിവസവും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളുടെ കർമാക്കളെല്ലാം കുറേശ്ശെ അലിഞ്ഞ് കരഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതുമാത്രമല്ല, ഇത് ചെയ്യാൻ ഇന്നൊരു വഴി സദ്ഗുരു പറയുന്നുണ്ട്. സദ്ഗുരുവിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഫ്രീ ആയിട്ട് ഈശാക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. ഈശാക്രിയ വളരെ പവർഫുൾ ക്രിയയാണ് ഈ നെഗറ്റീവ് കർമാവിൻ്റെ ഇഫക്റ്റൊക്കെ മാറ്റാൻ. പക്ഷേ ചെറിയ പ്രായമുള്ളവർക്ക് ഈശാക്രിയ ചെയ്യാൻ പറ്റത്തുള്ളൂ. 50 വയസ്സ് 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഈശാക്രിയ പുതിയതായിട്ട് തുടങ്ങിയാൽ ദേഹം നമുക്ക് കോപ്പറേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് കൊച്ചു വയസ്സിലെ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിൽ ചെറുപ്രായമുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ധാരാളമായിട്ട് ധൈര്യമായിട്ട് ഈ ഈശാക്രിയ ആപ്പിൽ കൂടെ കണ്ടുപഠിച്ച് ചെയ്യാൻ തുടങ്ങാം. അത് നമ്മളുടെ നെഗറ്റീവ് കർമ്മനെ ഒരുപാട് മാറ്റിത്തരും.
ഓക്കെ. രണ്ടാമത് സദ്ഗുരു കുറേ സൈഡ് ഹെഡിങ്സ് പറഞ്ഞിട്ടുണ്ട്. കർമ്മ ആൻഡ് അലൈൻമെൻറ്റ് ഓഫ് ബോഡീസ്. അലൈൻമെൻറ്റ് ഓഫ് ബോഡീസ് എന്ന് വെച്ചാൽ എന്തുവാ? ഈ കർമ്മയ്ക്ക് ഏറ്റ പാടിയാണ് നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ആസ്ട്രൽ ബോഡി നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ, മെൻ്റൽ, ആസ്ട്രൽ ബോഡി, അതിൻ്റെ സൈസ്, അതിൻ്റെ ശക്തി, എത്ര ദൂരം നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നു, ഫിസിക്കലി ഹെൽത്തി, മെൻ്റലി ഹെൽത്തി, എനർജറ്റിക്കലി ഹെൽത്തി എന്നൊക്കെ ഉള്ളത് നമ്മൾ മുൻജന്മത്ത് ചെയ്ത കർമാവിൻ്റെ അളവിനെ അനുസരിച്ചിരിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 ലെവലിലും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഫിസിക്കൽ ബോഡിയിലുള്ള നെഗറ്റീവ് കർമ്മയുടെ ഇഫക്റ്റ് മാത്രം മാറ്റിയാൽ പറ്റത്തില്ല. മെൻ്റൽ ബോഡിയിലുള്ള നെഗറ്റീവ് കർമ്മ മാറ്റണം, ആസ്ട്രൽ ബോഡിയിലുള്ള നെഗറ്റീവ് കർമ്മേനെയും മാറ്റണം. അതിനാണ് സദ്ഗുരു ഒരു എക്സാമ്പിൾ പറയുന്നത്. ഒരു ചെറിയ കാറ്, ഒരു നാനോ കാർ എടുത്തോണ്ട് അതിനകത്ത് BMW അല്ലെങ്കിൽ ഫെറാറിയുടെ എൻജിൻ കൊണ്ടുവച്ചാൽ കാറ് ഫങ്ഷൻ ചെയ്യാതെ പോകും. കാറ് എളുപ്പം ചീത്തയാകും. അത് കാറിൻ്റെ കുഴപ്പമല്ല, നാനോ കാറിൻ്റെ കുഴപ്പമല്ല. എൻജിൻ്റെ കുഴപ്പമാണോ? ഫെറാറിയുടെ എൻജിൻ വെച്ചിരിക്കുന്നു, അതിൻ്റെ കുഴപ്പമാണോ? അല്ല. നാനോ കാറിനെ സംബന്ധിച്ചവരെ അത് കറക്റ്റാണ്, അത് ശരിയായിട്ട് ഓടും. ഫെറാറി എൻജിനെ സംബന്ധിച്ചവർ എൻജിൻ വളരെ പവർഫുള്ളാണ്, നല്ലതാണ്. അപ്പോൾ രണ്ടിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഫിറ്റ് ചെയ്യുന്നില്ലയോ ഈ ഫെറാറിയുടെയോ BMW-ൻ്റെയോ എൻജിനെ, അത് പവർ കൂടിയ എൻജിന്, ആ പവർ കൂടിയ എൻജിനെ കൊണ്ടുപോയി ഒരു ചെറിയ കാറിനകത്ത് വയ്ക്കുമ്പം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആവത്തില്ല. അതുപോലെയാണ് നമ്മളുടെ ആസ്ട്രൽ ബോഡിയും ഫിസിക്കൽ ബോഡിയും. അപ്പം ആസ്ട്രൽ ബോഡിയുടെ എനർജി ലെവൽ കൂടി വരുമ്പം അത് നമ്മളുടെ ഫിസിക്കൽ ബോഡിയെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഫിസിക്കൽ ബോഡി തളർന്നു പോവുകയും ആസ്ട്രൽ ബോഡി ഫിസിക്കൽ ബോഡിയിൽ നിന്ന് വിട്ട് മേളി പോകുന്നതും സംഭവിക്കുന്നത്. അതിന് പേരാണ് മരണം. ഓക്കെ. അപ്പം നമ്മൾ 3 ലെവലിലും നമുക്ക് വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴേ 20 വയസ്സ് ആളിന് ചെയ്യാം, 30 വയസ്സ് ആളിന് ചെയ്യാം. എനിക്ക് ഓൾറെഡി 80 വയസ്സായി, ഞാൻ ഇനി എന്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങനെ ഒരുപാട് വർക്കൗട്ടൊന്നും ചെയ്യണ്ട. വർക്കൗട്ട് എന്ന് വെച്ചാൽ എന്തുവാ? ഇനി പുതിയതായിട്ട് പഠിച്ച് യോഗാസനയൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ പ്രാണായാമ ചെയ്യാനോ മോർണിംഗ് വാക്ക് പോകാനോ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ നടക്കാൻ പോകാനോ അതിനൊന്നും പറ്റത്തില്ല. എന്നുവെച്ചാൽ നമ്മുടെ ദേഹം അതിന് അനുവദിച്ച് കൊടുക്കത്തില്ല. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ 80 വർഷം ജീവിച്ച് കഴിഞ്ഞില്ലയോ, അതിൽ എന്തൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും നിങ്ങൾ കണ്ടു കാണും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുക്കാലും കർമ്മ കഴിഞ്ഞു. ഓക്കെ. അതുകൊണ്ട് ഇനി ഒന്നേന്ന് ആരംഭിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയുള്ള സമയം ഒരു 80 വയസ്സുകാരന് എൻ്റെ വീഡിയോ കാണുന്നു, കർമ്മയെക്കുറിച്ചൊക്കെ നല്ലപോലെ മനസ്സിലായി. അപ്പോൾ ഞാൻ ഇനി യോഗാസന ചെയ്യാൻ പഠിക്കട്ടെ, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യാം? 80 വയസ്സിൽ നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. അതെന്തുവാ? ധ്യാനം. മൗനത്തിലിരിക്കാം, ധ്യാനത്തിലിരിക്കാം. നല്ലത് കെട്ടത് അവരോട് വരുമ്പോഴും മറ്റവർക്ക് വരുമ്പോഴും അതിനെ വിറ്റ്നസ് മോഡിലിരുന്ന് നോക്കാം, അവയർനെസ്സോടെ ജീവിക്കാം. ഇനി ഉള്ള കാലം 100% അവയർനെസ്സോടെ മൈൻഡ്ഫുൾനെസ്സോടെ ജീവിക്കാം. അതൊക്കെ ചെയ്താൽ മതി. സോ ഇപ്പം അവരവരുടെ വയസ്സിന് ഏറ്റ പോലെ നമ്മൾ ഇതിനെയൊക്കെ ഫോളോ ചെയ്യണം. ഓക്കെ. അതൊന്ന്. പിന്നെ അടുത്ത സൈഡ് ഹെഡിങ് സദ്ഗുരു പറയുന്നത് വെൻ മൈ എനർജീസ് ടച്ച്ഡ് ദ പീക്ക്. അതായത് സദ്ഗുരു വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ പല വീഡിയോസിൽ ഞാനതെല്ലാം കേട്ടിട്ടുണ്ട്. അതായത് സദ്ഗുരു മൈസൂരിലാണല്ലോ താമസിച്ചത്. അപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് മൈസൂരിൽ 2-3 ബിസിനസ് ചെയ്തു. അതിൽ ഈ പട്ടുപുഴു ഇല്ലയോ, പട്ടുപുഴു, അതായത് സിൽക്ക് വാം, സിൽക്ക് വാമിൻ്റെ ഫാക്ടറി വെച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഉച്ചയ്ക്കാണ് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പാർട്ട്ണർ വന്നോണ്ട് ഇദ്ദേഹം ബൈക്ക് എടുത്തുകൊണ്ട് ചാമുണ്ഡി ഹില്ലിൽ ഒരു സ്ഥലത്ത് പോയി ഒരു മരത്തിൻ്റെ അടിയിൽ, ഒരേ സ്ഥലത്ത് മരത്തിൻ്റെ അടിയിലിരുന്ന് ധ്യാനം ചെയ്യും.
അപ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സിലാണ് ഈ ജ്ഞാനോദയം കിട്ടിയത്. ജ്ഞാനോദയം എന്ന് വെച്ചാൽ എൻലൈറ്റ്മെൻ്റ് ആയത് 25-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ സദ്ഗുരുവിന് 25 വയസ്സിലായല്ലോ, എനിക്കെന്താ വയസ്സ് 80ആയി, ഇനി എനിക്ക് ജ്ഞാനോദയം കിട്ടാത്തേ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ സദ്ഗുരു എത്രയോ ജന്മങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നു. അപ്പം ഓരോരുത്തരുടെയും കർമ്മയ്ക്ക് അനുസരിച്ചായിരിക്കും എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നത്. അപ്പം അത് കളയണം, അതിപ്പം വേണ്ട. പക്ഷേ ഈ 25 വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ഉച്ച സമയത്ത് സെപ്റ്റംബറിൽ 23-ാം തീയതിയോ എങ്ങാണ്ടാണ്, അദ്ദേഹം ഡേറ്റും സമയം വരെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ധ്യാനത്തിലിരുന്നപ്പം കുറച്ച് നേരം ഇരുന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പം ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ദേഹം മൊത്തം വേർത്ത് കുളിച്ച് അങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകുന്നു. അപ്പം ഷർട്ട് എടുത്ത് പിഴിഞ്ഞപ്പം അങ്ങനെ ലിറ്റർ കണക്കിന് വേർപ്പ്. അതിൻ്റെ അർത്ഥം എന്തുവാ? അത്രയും എനർജി ദേഹത്തിൽ നിന്ന് വെളിയിൽ പോയിരിക്കുന്നു. ആ വെളിയിൽ പോകുന്നതിന് വേണ്ടിയാണ് വേർത്ത് ആ എനർജിയെ കുറച്ചിരിക്കുന്നത്, ആ ഉഷ്ണത്തിനെ കുറച്ചിരിക്കുന്നത്. അപ്പോൾ ആ വേർപ്പല്ല, ആ ഷർട്ടിൽ പിഴിയെ വെള്ളം വന്നുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, ഇത് ഫിസിക്കലി നടന്നത്. അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ, നടക്കുന്നതിൽ, സംസാരിക്കുന്നതിൽ, ശബ്ദത്തിൽ, ചിരിക്കുന്നതിൽ, കണ്ണുകൊണ്ട് നോക്കുന്നതിൽ എല്ലാത്തിലും മാറ്റങ്ങൾ. അദ്ദേഹത്തിൻ്റെ നടക്കുന്ന രീതിയെ മാറിപ്പോയി. അപ്പം പഴയ പോലെ നടക്കണമെന്ന് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അത് സദ്ഗുരുവിന് തന്നെത്താനെ തോന്നിയ മാറ്റങ്ങൾ. ഇത് സദ്ഗുരുവിന് മാത്രമല്ല വെളിയിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റി ഈ മാറ്റങ്ങളൊക്കെ. എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നു. അപ്പം അതിനൊക്കെ കാരണം എന്തുവാന്ന് വെച്ചാൽ, ഈ എനർജി ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പം ഈ ചക്രാസ് ഉണ്ടല്ലോ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര, ഈ ചക്രാസിനൊക്കെ എനർജിയുടെ ലെവൽ മാറും. അപ്പം ഈ എനർജി ലെവൽ മാറുമ്പോഴത്തേക്ക് നമ്മളുടെ ഒട്ടുമൊത്ത ഭാവനയും മാറും. അതാണ് അന്ന് സദ്ഗുരുവിന് സംഭവിച്ചത്. അപ്പോൾ എനർജി ലെവൽ ഹൈ ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പലതും വരുന്നത് എന്ന് പറയുന്നു. പിന്നെ സദ്ഗുരുവിൻ്റെ ഫിസിക്കൽ ബോഡി അതിനെയൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു ബോഡി ആയതുകൊണ്ട്, എന്നുവെച്ചാൽ അദ്ദേഹം 13 വയസ്സ് തൊട്ടാണ് യോഗ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അത്രയൊക്കെ നല്ല ഫിറ്റ് ബോഡിയായിട്ട് വെച്ചിരുന്നതുകൊണ്ടാണ് ഇത്രയും എനർജി വെളി വന്നപ്പോഴും, ആ ജ്ഞാനോദയം കിട്ടിയ സമയത്ത് ഇത്രയും എനർജി വെളി പോയപ്പോഴും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. മനസ്സിലായോ? അതൊക്കെയാണ് ഇതിനകത്ത് സദ്ഗുരു പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, സദ്ഗുരു വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് തുടർന്ന് എന്തെങ്കിലും ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒന്നും നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിച്ചതെല്ലാം ടക്ക് നടക്കും. ചില ദിവസങ്ങളിൽ ഒരു ചെറിയ കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും അത് നടക്കത്തില്ല. നാളെ ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാവട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസമാകട്ടെ, നമ്മൾ തള്ളി ഇടാൻ നോക്കും. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചാൽ, അതായത് നെഗറ്റിവിറ്റിയെ നമ്മളായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ തോന്നിയാൽ, അല്ലെങ്കിൽ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് മാറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് നമ്മുടെ കൈവിട്ടു പോയ കാര്യങ്ങളായിട്ട് നടക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ, ഈ സാധനയൊക്കെ കുറച്ച് നാൾ നിർത്തി വെച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുക. അതായത് ഒരു 200 കിലോമീറ്റർ വേഗത്തിൽ ഒരു 500 മൈൽ ഓടി കാറ്. അതിന് പിന്നെ എന്ത് ചെയ്യണം? കാറിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം.
അതുപോലെ നമ്മൾ സാധനകൾ ദിവസം ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ അപാകതകൾ നമ്മൾ കാണുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് ഈ സാധന പോലും കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പഠിക്കണം. ഓക്കെ, അതുമാത്രമല്ല സദ്ഗുരു വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ക്ഷേത്രാടനങ്ങൾ നമ്മൾ പോകേണ്ടത്. ഈ ക്ഷേത്രാടനം എന്ന് പറയുന്നത് എങ്ങനെ, ഈ പല വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യുക, അവിടെ നിന്നുള്ള ശക്തിയെ നമ്മൾ വാങ്ങിക്കുക. എന്നുവെച്ചാൽ ഈ തുടർച്ചയായിട്ട് നെഗറ്റീവായിട്ടേ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്നു, നമുക്ക് നടക്കുന്നു. വെളിയിലൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരു സമാധാനമില്ല, എന്ത് ഭയങ്കര അലസത, എന്ത് ഒരു ഉന്മേഷമില്ലാത്ത ജീവിതമായിപ്പോയി, അങ്ങനെ ഒരു സന്തോഷമില്ല, ഒരു സംതൃപ്തിയില്ല എന്നൊക്കെ വരുമ്പം നമ്മളുടെ ഈ സാധനങ്ങളെല്ലാം കൂടെ നിർത്തി വെച്ചിട്ട് ഏതെങ്കിലും തീർത്ഥാടനം പോകണം. ക്ഷേത്രാടനം, തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഈ തീർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ എനർജി റിച്ചായിട്ടുള്ള സ്ഥലങ്ങൾ, അതിൽ മെയിനാണ് നമ്മുടെ അമ്പലങ്ങൾ. സോ ദൂരെ ദൂരെ നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ പോകുക, അവിടെ നിന്ന് എനർജി വാങ്ങിച്ചുകൊണ്ട് വരിക. അതിന് പിന്നെ വീണ്ടും വീട്ടിൽ വന്നിട്ട് നമുക്ക് സാധനകൾ തുടരാം എന്നാണ് സദ്ഗുരു പറയുന്നത്. അങ്ങനെ ക്ഷേത്രാടനം പോകാൻ പല 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 സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ. അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഇല്ല. പിന്നെ വേറൊരു കാര്യം സദ്ഗുരു പറയുന്നത്, കോയമ്പത്തൂരിലുള്ള ഈശാ സെൻറ്ററിൽ വാ. അത് ഭയങ്കര എനർജൈസ്ഡ് സ്ഥലമാണ്. അതിലുള്ള ധ്യാനലിംഗമെല്ലാം ഭയങ്കര എനർജി ഉള്ള സ്ഥലമാണ്. അപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തവർ പോലും അവിടെ മെഡിറ്റേഷൻ ചെയ്തു പോകും, ഇരുന്ന് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ പോയി കുറേ നാളിരുന്ന് നമ്മൾ എനർജി എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തിരിച്ചും വന്ന് നമുക്ക് ചെയ്യാം. നമ്മുടെ ഡെയിലി റൊട്ടീൻ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ധ്യാനത്തിലിരിക്കാം, ഈശാക്രിയ ചെയ്യാം, യോഗാസന ചെയ്യാം, അങ്ങനെയൊക്കെ. ഇപ്പം ഇനിയൊരു കാര്യം സദ്ഗുരു പറയുന്നത്, നമ്മൾ മുക്തിയെ തേടി പോകുന്നു. ഈ മുക്തിയെ തേടി പോകുന്നത് നമ്മളുടെ ജീവിതം മോശപ്പെട്ട ജീവിതമായ കൊണ്ടല്ല. അതായത് നമ്മൾ ഒരുവിധം നമ്മുടെ ജീവിതത്തിനെ ജീവിച്ച് കഴിഞ്ഞു. നമ്മൾ ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്തു, നമ്മുടെ മക്കളെല്ലാം പഠിപ്പിച്ചു, ആളാക്കി, കല്യാണം കഴിച്ചു കൊടുത്തു, അവരെല്ലാം വെൽ സെറ്റിൽഡാണ്. അപ്പോൾ എനിക്ക് ഇനിയും പുതിയതായിട്ട് കുടുംബത്തിനോട് ഒരു കടപ്പാടില്ല, എല്ലാം ചെയ്തു തീർന്നു. അങ്ങനെ ഉള്ളപ്പം ഇനി നമ്മൾ നോക്കാൻ തുടങ്ങണം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇത്രയൊക്കെ നമ്മളുടെ കടമകൾ ചെയ്തു എന്ന് വെച്ചോണം, തൃപ്തിയായിട്ട് നമുക്ക് ആത്മീയതയിലോട്ട് ഇറങ്ങാം. അപ്പം ജീവിതം മോശപ്പെട്ട നിലയിൽ ഇരിക്കുന്ന കൊണ്ടാണ് ഞാൻ മുക്തി തേടി പോകുന്നു എന്നല്ല. ഞാൻ എല്ലാം അനുഭവിച്ചതെല്ലാം അനുഭവിച്ചു, ഇനി എനിക്ക് പുതിയതായിട്ടൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഞാൻ അനുഭവിച്ച് തീർന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തുവാ, മുക്തിയെ തേടി ഉള്ള യാത്രയാണ്. അപ്പം ജീവിതം മോശപ്പെട്ട കൊണ്ടല്ല, ജീവിതത്തിൽ ഞാൻ എല്ലാം കണ്ടു, കേട്ടു, ആവശ്യത്തിന് പഠിച്ചു, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി എനിക്ക് എൻ്റെ കാര്യം നോക്കി ഞാൻ യാത്ര പോവുകയാണ് എന്നുള്ളതാണ് സദ്ഗുരു പറയുന്നത്. അപ്പം ജീവിതം നന്നായിട്ടിരിക്കുമ്പം തന്നെ നമ്മൾ മുക്തിയെ നോക്കി പോകാൻ തുടങ്ങണം, വയസ്സായ കാലത്ത് അല്ല എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കർമ്മ ആൻഡ് എനർജി ബോഡി അറ്റ് ബർത്ത്. അതായത് സദ്ഗുരു എന്തോ പറയുന്നത് വെച്ചാൽ, ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ട് വരുന്നില്ലയോ, അതിൽ ഒരു 40-നും 48 ദിവസത്തിനും ഇടയ്ക്ക് തന്നെ ആ കുഞ്ഞിൻ്റെ, ആ ആത്മാവിൻ്റെ ഈ പ്രാരാബ്ധ കർമ്മ അകത്ത് ചേരാൻ തുടങ്ങും. അത് ഈ വളരെ ടൈറ്റായിട്ടുള്ള സ്പ്രിങ് പോലെയാണ് അതിരിക്കുന്നത്. പിന്നെ അത് എല്ലാം അടച്ചു വെച്ചേക്കും. എപ്പോൾ ആ കുഞ്ഞ് വെളി ജനിക്കുന്നോ അന്ന് തൊട്ട് അതിൻ്റെ കർമാവിനെ അനുഭവിക്കാൻ തുടങ്ങുന്നു. അപ്പം ജനിച്ച ആ സെക്കൻഡ് തൊട്ട് മരിക്കുന്ന ആ സെക്കൻഡ് വരെ അത് അനുഭവിക്കുന്നതെല്ലാം അത് ചെയ്ത് ഈ പ്രാരാബ്ധ കർമ്മൻ്റെ ഇഫക്റ്റാണ് എന്ന് പറയുന്നു. പിന്നെ അപ്പം ഈ പ്രാരാബ്ധ കർമ്മ എന്ന് പറയുമ്പോൾ ഈ ജന്മത്തുള്ളത്, ആ ജന്മത്തിനുള്ളത് അനുഭവിച്ച് തീർക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അപ്പം
ഇതെന്തുവാന്ന് പറഞ്ഞാൽ ഈ പ്രാരാബ്ധ കർമ്മ എല്ലാം തീരുമ്പോഴത്തേക്ക് നമ്മൾ ആടി ഓടി തളർന്ന് ഒരുവിധം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് വരും. അപ്പം നമ്മളുടെ ഫിസിക്കൽ ബോഡി ഭയങ്കരമായിട്ട് ടയർഡാകും, ഫിസിക്കൽ ബോഡിയിൽ ഭയങ്കരമായിട്ട് ശക്തിയില്ലാതെ പോകും. അങ്ങനെ ഉള്ള ഒരു സമയം വരുമ്പം നമ്മുടെ എനർജി ബോഡി, നമ്മുടെ പ്രാണൻ ആ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് അങ്ങനെ ഊരിക്കൊണ്ട് അങ്ങ് മെളിപ്പോവും. അതാണ് നല്ല ഒരു മരണം എന്നാണ് സദ്ഗുരു പറയുന്നത്. അതായത് സദ്ഗുരു എന്തോ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കണം, ഫിസിക്കൽ വർക്കൊക്കെ ചെയ്യണം, നമ്മളുടെ കർമാവിനെയൊക്കെ കരച്ച് തീർത്ത് അലിച്ച് കളയാനുള്ള വഴികളെല്ലാം നമ്മൾ ചെയ്തേ പിന്നീട് നമ്മുടെ ദേഹം തളർന്നു പോകുമ്പം ഒരു ദിവസം പ്രാണൻ നമ്മളെ വിട്ട് പോകും. അതാണ് ശരിക്കുള്ള മരണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കർമ്മ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ശ്ലോകത്തിനെ കുറിച്ച്. എന്തൊരു ശ്ലോകമാണ്? അനായാസേന മരണം വിനാദൈനേന ജീവനം ദേഹാന്തേ ധവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. സോ അത് ഇനിയൊരു പ്രാവശ്യം വേണമെങ്കിൽ ആ വീഡിയോയിൽ പോയി ഇനിയൊരു പ്രാവശ്യം ഒന്ന് കേൾക്കുക. അപ്പം ഇതൊക്കെ നമ്മൾ എന്തിനാണ് പറയുന്നത്? നമ്മൾ അനായാസമായിട്ട്, അതായത് കഷ്ടപ്പെടാതെ സുഖകരമായിട്ട് നമ്മുടെ പ്രാണൻ വെളിയിൽ പോകണം. അതാണ് ശരിക്കുള്ള നല്ല മരണം. അതേസമയത്ത് ഈ ആക്സിഡൻറ്റിൽ മരിക്കുന്നു, സൂസൈഡ് ചെയ്ത് മരിക്കുന്നു, അതൊന്നും ശരിയായിട്ടുള്ള പദ്ധതികളല്ല. ഇപ്പം ആക്സിഡൻറ്റിലോ സൂസൈഡിലോ ഒരു ആൾ മരിച്ചാൽ ഇപ്പം അയാൾക്ക് 90 വയസ്സ് വരെ ജീവിക്കണമെന്നുണ്ട്. പക്ഷേ അയാൾ സ്വയം അയാളുടെ ജീവിതത്തിനെ തീർക്കാൻ തീരുമാനിച്ചു. ഒരു 50 വയസ്സിൽ സൂസൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പം ഇനിയും ഒരു 40 വർഷം അയാൾക്ക് ജീവിച്ച് കഴിയാനുള്ള പ്രാരാബ്ധ കർമ്മ ഉണ്ട്. അപ്പം ഈ 90 വയസ്സാകാതെ അയാളുടെ പ്രാണൻ മേലോകത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ആത്മാവ്, അതായത് ഈ പ്രാണശക്തി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയുന്നത്. അതിന് പേരാണ്, അങ്ങനെ അലഞ്ഞു തിരിയുന്ന പ്രാണയ്ക്ക് എനർജി ബോഡി അല്ലെങ്കിൽ ആ പ്രാണനാണ് ഗോസ്റ്റ് എന്ന് വെച്ചാൽ ഭൂതം, പേയ്, ശാശ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ മരിക്കുന്നത് ഒരു നല്ല മരണമല്ല. അതുകൊണ്ടാണ് അതിനെയൊക്കെ ദുർമരണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നടക്കാത്ത രീതിയിൽ നമ്മൾ ദൈവം നടത്തിക്കൊണ്ട് പോകട്ടെ. അതൊന്നും ആരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇനിയൊരു ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, സദ്ഗുരു അതാണ് പറയുന്നത്. അപ്പം ഒരാൾ മരിക്കുന്ന സമയത്ത് ഏത് മനോഭാവത്തിലിരിക്കുന്നോ അതിനേറ്റമാതിരി അയാളുടെ അടുത്ത ജന്മം കാണും. ഇത് തന്നെ ഭഗവത്ഗീതയിലും ശ്രീകൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറയുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നീ മരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചാൽ നിനക്ക് അടുത്ത ജന്മം സുഖകരമായിട്ടിരിക്കും. അതാണ്. അല്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പം വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വേറെ ഏതോ ഒരു വലിയ ദുഃഖത്തിൽ, അയ്യോ എൻ്റെ മക്കൾക്ക് ഞാൻ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വീട് വെച്ചില്ല, അല്ലെങ്കിൽ കാറ് വാങ്ങിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ സ്വത്ത് ചേർത്ത് വെച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കെല്ലാം ഞാൻ ചെയ്തു, ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല, ഇപ്പോഴേ എനിക്ക് മരണം സംഭവിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കുറേ കൂടെ ജീവിക്കണം, ഇനിയാണ് ഞാൻ ജീവിക്കാൻ പോന്നേ എന്നൊക്കെ വിചാരിച്ച് മരിച്ചാൽ അടുത്ത ജന്മത്തും അയാൾക്ക് നല്ല ഒരു ജീവിതം കിട്ടാൻ പോകുന്നില്ല. സോ ഇതിനെയൊക്കെയാണ് ഈ സ്വർഗം, നരകം എന്നൊക്കെ ആൾക്കാർ പണ്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മരിക്കുമ്പം എങ്ങനെ മരിക്കണം എന്ന് വിചാരിച്ച് അതിനെ പ്ലാൻ ചെയ്ത് അതിനേറ്റ പോലെ കണക്ക് കൂട്ടി സമാധാനമായിട്ട് സന്തോഷമായിട്ട് മരിക്കണം. അതിനാണ് ഈ അനായാസേന മരണം എന്നുള്ള ശ്ലോകങ്ങൾ വരെ പറയണം. അതായത് നമ്മൾ മാനസികമായിട്ട് നമ്മളെ തയ്യാർ ചെയ്യണം മരിക്കാൻ വേണ്ടി. ഓക്കെ ഇതൊക്കെ പറയുന്നു. പിന്നെ കർമ്മ ആൻഡ് മെമ്മറി ലോസ്. ഈ കർമ്മ ആൻഡ് മെമ്മറി ലോസ് എന്ന് പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ,
ഇക്കാലത്ത് മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം കൂടി വരുന്നുണ്ട്. ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നു, ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, പുതിയ പുതിയ മെഷീൻസ് എല്ലാം വരുന്നു. അതുകൊണ്ട് അകത്തുള്ള രോഗങ്ങളെല്ലാം നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നു. പുതിയ പുതിയ മരുന്നുകൾ വരുന്നു. അതുകൊണ്ട് നമ്മളുടെ രോഗങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഈ മരണം തള്ളി പോവുകയാണ്. അതായത് ഇപ്പം നമുക്ക് ആയുസ് വർദ്ധിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വയസ്സായവരുടെ പോപ്പുലേഷൻ കൂടി വരിക. എന്ന് വെച്ചാൽ മരണം സംഭവിക്കുന്നില്ല. അപ്പം പണ്ടൊക്കെ 50 വയസ്സാണ് ആവറേജ് ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ 70, 80, 90 വയസ്സ് വരെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പണ്ടേ കാലത്തൊക്കെ മരണവും ഒരുപാടുണ്ട്. അതായത് ഒരു വീട്ടിൽ ഒരമ്മയ്ക്ക് 16 കുട്ടികൾ ജനിച്ചാൽ അതിൽ കഷ്ടിച്ച് ഒരു 8 or 9 ജീവിച്ചിരിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം പല സ്റ്റേജുകളിൽ മരിക്കും. എന്നുവെച്ചാൽ അപ്പോഴത്തെ മെഡിക്കൽ ഫെസിലിറ്റീസും ടെക്നോളജീസും ഒന്നും അത്രയും വളർന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് നമുക്ക് അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വയസ്സായവരുടെ പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട്. അതേ സമയത്ത് സദ്ഗുരു എന്തോ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആയുസ് നീട്ടിക്കുന്നു. അതേ സമയത്ത് അവർക്ക് പല പുതിയ രോഗങ്ങളുണ്ടാകുന്നു. ഈ അംനീഷ്യ എന്ന് വെച്ചാൽ മറക്കുന്നു, പാർക്കിൻസൺസ് ഡിസീസ്, അങ്ങനെയൊക്കെ പുതിയ രോഗങ്ങൾ വരുന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫിസിക്കൽ ബോഡിയെ നന്നായിട്ട് വെച്ചേക്കാൻ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മളുടെ ആസ്ട്രൽ ബോഡിയെ നന്നായിട്ട് വയ്ക്കാൻ ഒരു മെഡിക്കൽ ഫെസിലിറ്റി കൊണ്ടും ഒക്കത്തില്ല. എന്നുവെച്ചാൽ ഈ അലോപ്പതിക്കും കർമ്മയ്ക്കും യാതൊരു സംബന്ധവും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പം ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടി വരുന്നതും ഓൾഡ് ഏജിൽ ആൾക്കാർ ദേഹ രീതിയായിട്ട് സ്ട്രോങ് ആണ്. ദിവസം ഒരു 4 മാത്ര വിഴുങ്ങുന്നു, 4 ഗുളിക വിഴുങ്ങുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ദേഹരീതിയായിട്ട് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ മനോരോഗങ്ങൾ കൂടി വരുന്നുണ്ട്. ആ മനോരോഗങ്ങളും പല രീതിയിൽ ഫിസിക്കലായിട്ടും കാണിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മളുടെ ആസ്ട്രൽ ബോഡിയെ നമ്മൾ ഗവനിക്കാത്തതാണ്. നമ്മൾ സാധനമൊന്നും ചെയ്യുന്നില്ല, യോഗ ഒന്നും ചെയ്യുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യുന്നില്ല. ഇതൊക്കെ ചെയ്യാതിരിക്കുമ്പം സ്വാഭാവികമായിട്ടും നല്ല ഫുഡ് കിട്ടുന്നതുകൊണ്ട് ഫിസിക്കൽ ബോഡി നന്നായിരുന്നാലും മെൻ്റൽ ബോഡിയും ആസ്ട്രൽ ബോഡിയും നന്നായി ഇരിക്കാത്ത കൊണ്ടാണ് പല രോഗങ്ങളും മാരക രോഗങ്ങളും വന്നു ചേരുന്നത് എന്നാണ് സദ്ഗുരുവും പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല അപ്പം നമ്മൾ ഏതേത് രീതിയിൽ വർക്കൗട്ട് ചെയ്യണോ ആ രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മളുടെ നെഗറ്റീവ് കർമ്മൻ്റെ ഇഫക്റ്റിനെ കുറയ്ക്കണം. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് എളുപ്പത്തിൽ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റും, സമാധി സ്റ്റേറ്റ് കിട്ടാൻ പറ്റും. സമാധി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ രാമകൃഷ്ണരുടെ പരമഹംസരുടെ കാര്യം പറഞ്ഞ പോലെ കാളിദേവി എൻ്റെ അമ്മേ എന്ന് വിളിച്ച ആ സെക്കൻഡ് അദ്ദേഹവും കാളിയും ഒന്നാകും. അതാണ് സമാധി സ്റ്റേറ്റ്. അപ്പോൾ സമാധി എന്ന് വെച്ചാൽ ഈക്വൽ, ദി എന്ന് വെച്ചാൽ ബുദ്ധി. അപ്പോൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പം സമാധി സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാളിന് ഞാൻ വേറെ നീ വേറെ എന്ന് തോന്നത്തില്ല, എല്ലാം ഒന്ന് തന്നെ. ഈ കാര്യം സദ്ഗുരുവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 25ാമത്തെ വയസ്സിൽ എൻലൈറ്റൻമെൻ്റ് ആയ ഉടനെ കണ്ണ് തുറന്ന് നോക്കുമ്പം ചുറ്റിലുമുള്ളവരെല്ലാവരും സദ്ഗുരുവായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതായത് ചുറ്റിലുള്ള ആൾക്കാരെല്ലാം വേറെയല്ല, ഞാനാണ് അവരാണ് ഞാൻ എന്ന് തോന്നി എന്ന് പറഞ്ഞു. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ സമാധി സ്റ്റേറ്റ്. സമാധി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നീ വേറെ ഞാൻ വേറെയല്ല, രണ്ടുപേരും ഒന്നാണ്. അപ്പോൾ എൻ്റെ ദേഹത്തിലുള്ള ജീവാത്മയാണ് എന്നെ ചുറ്റിയുള്ള ആൾക്കാരുടെ ദേഹത്തും ഉള്ളത് എന്നുള്ള ഒരു സ്റ്റേറ്റ് വരും. അതാണ് സമാധി സ്റ്റേറ്റ്. അതിൻ്റെയും അടുത്ത സ്റ്റേറ്റാണ് മഹാസമാധി സ്റ്റേറ്റ്. ഈ മഹാസമാധി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ, അതായത്
മനഃപൂർവ്വം നമ്മളുടെ ഫിസിക്കൽ മെൻ്റൽ ആസ്ട്രൽ ബോഡിയിൽ നിന്ന് നമ്മളുടെ ജീവനെ പറിച്ചെടുത്തുകൊണ്ട് പോവുക, മനഃപൂർവ്വം. അതാണ് മഹാസമാധി സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ മഹാസമാധി സ്റ്റേറ്റിനെ സദ്ഗുരു എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു? ബീച്ചിൽ പോകുന്നു. ബീച്ചിലിരുന്നുകൊണ്ട് കടലിൻ്റെ തിരമാലകൾ വരുന്നത് കണ്ട് രസിക്കുന്നു. ഒരു 10 അടി അകത്ത് നിന്ന് കാല് നനച്ചിട്ട് അല്ലെങ്കിൽ കഴുത്ത് വരെ നനച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് വരുന്നു. അതേസമയത്ത് ഈ മഹാസമാധി എന്ന് പറയുന്നത് ഈ കടലിൻ്റെ കരയിലിരുന്ന് കടലിനെ ആസ്വദിക്കുന്ന അല്ല, കടലായിട്ട് നമ്മളങ്ങ് മാറുക. രാമകൃഷ്ണൻ എങ്ങനെ കാളിയായിട്ട് മാറിയോ അതുപോലെ നമ്മൾ സമാധി സ്റ്റേറ്റിലും മഹാസമാധി സ്റ്റേറ്റിലും നമ്മൾ കടലായിട്ടങ്ങ് മാറണം. നമ്മൾ എത് കണ്ടാലും അതായിട്ടങ്ങ് അലിഞ്ഞു ചേരണം എന്നാണ് സദ്ഗുരു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ സദ്ഗുരുവിൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുത്താൽ നമ്മളുടെ ജീവിതവും നല്ല രീതിയിൽ മാറും. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.